പാട്ടും നൃത്തവും ആഘോഷവുമായി വിനോദയാത്രയ്ക്ക് പോയതാണ് പാലക്കാട് കടമ്പുഴപ്പുറത്തു നിന്നുള്ള 40 അംഗ സംഘം. കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞ് കർണാടകത്തിലെ ചിക്കമംഗളൂരിലേക്ക് കുടുംബസമേതമുള്ള യാത്ര. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവരുടെ ആനന്ദം കണ്ണീരായി മാറിയത്. വിനോദസഞ്ചാര സംഘത്തിലെ 15-കാരി ശ്രീനന്ദ കൂട്ടം തെറ്റിയെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ 4 ദിവസത്തോളം തിരച്ചിൽ നടത്തി. ഒടുവിൽ 1500 അടി താഴ്ചയിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ശ്രീനന്ദിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ആ 15 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നതിലാണ് ദുരൂഹത. ബാബ ബുഡാൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് ശ്രീനന്ദയെ കാണാതായത്. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതിമാരുടെ മകളാണ് ശ്രീനന്ദ. കുട്ടിയും മാതാപിതാക്കളും ഉൾപ്പെടെ 40 അംഗ സംഘമാണ് വിനോദയാത്രയ്ക്ക് എത്തിയിരുന്നത്. വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് കാണാതായി. 5:20 കുടുംബത്തോടൊപ്പം എടുത്ത ഫോട്ടോയിൽ കുട്ടി പിന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ 5:35 എടുത്ത ഫോട്ടോകളിൽ കുട്ടിയെ കാണാനില്ല. 15 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. സംഘം തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് ആദ്യം സംശയമുയർന്നെങ്കിലും തെരച്ചിലിന് ശേഷം പോലീസ് ഈ സാധ്യത തള്ളിയിരുന്നു. കുട്ടിയെ കാണാതായതിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിലും കുന്നിലും വ്യാപകമായ തെരച്ചിലാണ് നടന്നത്. കൊക്കകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ശ്രീനന്ദയെ കണ്ടെത്താനായി രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് ബാബ ബുഡാൻഗിരിക്ക് താഴെ ഹർഷനഗുപ്പയിൽ 1500 അടി താഴ്ചയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. 40 അംഗ സംഘത്തിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സ്ഥലത്ത് തങ്ങിയിരുന്നു. ഇവരുടെ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന ദുഃഖകരമായ വാർത്തയെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായാണ് കുടുംബത്തിന്റെ ആരോപണം. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം പോലീസ് അടക്കം നേരത്തെ പരിശോധിച്ചിരുന്നുവെന്ന് വല്യച്ഛൻ ശശിധരൻ പറഞ്ഞു. അപ്പോൾ കണ്ടെത്താൻ കഴിയാത്ത മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. കുട്ടിയെ കാണാതായിട്ട് 4 ദിവസത്തോളമായെങ്കിലും മൃതദേഹത്തിന് അത്രയും പഴക്കമില്ല. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി വരുന്നിടത്താണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത്. മൃതദേഹം മറുവശത്തായിരുന്നു. എന്നാൽ അവിടേക്ക് ശ്രീനന്ദ പോയിട്ടില്ലെന്നും കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് നായ മണം പിടിച്ചെത്തിയത് ഒരു കടയുടെ അടുത്തേക്കാണ്. കടയുടമയെ പോലീസ് ചോദ്യം ചെയ്തില്ല. പ്രദേശവാസികളിൽ നിന്ന് വിവരം തേടിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ചെരുവിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെ രാവിലെ ഒരു പോലീസുകാരെ വാങ്ങിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം അപ്പൊ കാണാത്ത ബോഡി ഇപ്പൊ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിലൊരു ദുരൂഹത. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചരിവുള്ളത്. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. അപ്പോൾ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷോക്കാണ്. ശ്രീനന്ദ അടങ്ങുന്ന സംഘം സന്ദർശിക്കുമ്പോൾ മറ്റ് 10 പേർ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെ CCTV ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് പോലീസ്. മകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതായാണ് മാതാപിതാക്കൾ ചിക്മംഗളൂരു നോർത്ത് പോലീസിന് നേരത്തെ മൊഴി നൽകിയത്. ലഹരി നൽകി ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയതാകാമെന്നും ഇവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ധാരാളം വ്യാജകരും മറ്റുമുള്ള സ്ഥലമാണിത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം മുകളിലെത്തിച്ചത്. Doubts there in that parents. So finally his result is investigation. After the investigation his result come and after the postmortem report come and
and test for lab, forensic science lab. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പ്രാഥമികമായിട്ട് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ബോഡി കാണാനില്ല, മിസ്സിംഗ് ആയിരുന്നു. ബോഡി ഇന്നിപ്പോൾ താഴെ കിട്ടിയിട്ടില്ല. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ടായി നിലനിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയർ ആയി കിട്ടും. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. ഈ മാസം 4-നാണ് വിനോദയാത്രാ സംഘം യാത്ര ആരംഭിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് കർണാടക പോലീസ് നടത്തുന്നത്. ന്യൂസ് 18 ಚಿಕ್ಕಮಗಳೂರು.